ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മച്ച് ആൻഡ് മെനി. പലപ്പോഴും പല സ്റ്റുഡൻസിനും ഡൗട്ടുള്ള ഒരു കാര്യമാണ് മച്ച് എവിടെ ഉപയോഗിക്കണം, മെനി എവിടെ ഉപയോഗിക്കണം. നമ്മൾ ഈ വീഡിയോയിൽ ആ ഒരു ക്ലാരിറ്റി, ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയുള്ള വീഡിയോ ആണ്. നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സോ മച്ച് ആൻഡ് മെനി. മച്ച് ഇസ് യൂസ്ഡ് വിത്ത് അൺകൗണ്ടബിൾ നൗൺ. എണ്ണി ചിട്ടപ്പെടുത്താൻ പറ്റാത്ത നൗൺസ്, നാമങ്ങളുടെ കൂടെ ഉപയോഗിക്കുന്നതാണ് മച്ച്. ഓക്കെ, refers to large quantity. കണ്ടമാനം വലിയ ക്വാണ്ടിറ്റി ഉള്ള നൗൺസ് that cannot be counted individually. കൗണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഇത് കൊണ്ടാണ് അതിന് മച്ച് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ എന്താണ്? there isn't much water left. ആ പാത്രത്തിലധികം വെള്ളമില്ല. So water is uncountable. Now next example, how much sugar do you need? Sugar is again uncountable. നമ്മൾ കിലോ കണക്കിലാണ് പറയുന്നത്, ബട്ട് തരികൾ നമുക്ക് എണ്ണാൻ പറ്റുക. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി അല്ലേ. അടുത്ത സ്ലൈഡിൽ നമുക്ക് നോക്കാം. മെനി ഇസ് യൂസ്ഡ് വിത്ത് കൗണ്ടബിൾ നൗൺസ്. റെഫേഴ്സ് ടു ലാർജ് ക്വാണ്ടിറ്റി. എണ്ണത്തിൽ തന്നെയാണ്, ബട്ട് ക്യാൻ ബി കൗണ്ടഡ് ഇൻഡിവിജ്വലി അതിനെ കൗണ്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ആണ്, there are many books on the shelf. നിങ്ങൾ 10ാം ക്ലാസ്സിൽ എത്ര ബുക്സ് ഉണ്ട് പഠിക്കാൻ? എൻ്റെ അടുത്ത് ഒരു 20 ബുക്കുണ്ട്. പല സബ്ജക്റ്റിൻ്റെ 20 ബുക്കുണ്ട്. ഡിഗ്രിയിൽ ഫസ്റ്റ് ഇയറിൽ എത്ര ബുക്സ് പഠിക്കാറുണ്ട്? സബ്ജക്റ്റ് വൈസ് ഇത്ര ബുക്സ് ഉണ്ട്, അല്ലെങ്കിൽ ടോട്ടൽ ഇത്ര ബുക്സ് ഉണ്ട്. എണ്ണി ചിട്ടപ്പെടുത്താൻ പറ്റും. ഹൗ മെനി ആപ്പിൾസ് ആർ ഇൻ ദ ബാസ്കറ്റ്? ആപ്പിൾസ് ആർ കൗണ്ടബിൾ. അതുകൊണ്ടാണ് ഈ രണ്ട് ഇതിലും മെനി എന്ന് ഉപയോഗിച്ചേക്കുന്നത്. ഹൗ മെനി ആപ്പിൾസ്? ഒരു കിലോയിൽ എത്ര ആപ്പിൾ ചേട്ടാൻ കിട്ടും എന്നുള്ള ഉദ്ദേശം നമ്മൾ ചോദിക്കാറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ 6 പേരുണ്ട്. 6 മുകളിൽ കിട്ടുമോ ഒരു കിലോ? ചെറിയ ആപ്പിളാണെങ്കിൽ ചിലപ്പോൾ കിട്ടിയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മച്ച് ആൻഡ് മെനി ഉപയോഗിക്കുന്നത്. ഈ അടുത്തത് നോക്കാം, എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത് മച്ച് ആൻഡ് മെനി. മച്ച് എന്ന് വെച്ചാൽ അൺകൗണ്ടബിൾ, മെനി ആണെങ്കിൽ കൗണ്ടബിൾ. മച്ച് ഫോർ, ലൈക്ക് എക്സാമ്പിൾ, മച്ച് ഇസ് യൂസ്ഡ് ഫോർ വാട്ടർ. എണ്ണാൻ പറ്റില്ല. ലിറ്റർ കണക്കിനത് അതിന് ക്വാണ്ടിറ്റി ഉണ്ട് അല്ലേ, ആ മെഷർമെൻ്റ് ഉണ്ട്, അതുകൊണ്ടാണ്. അല്ലാതെ നമുക്ക് വെള്ളം എണ്ണാൻ പറ്റില്ല. ഷുഗർ ഇൻഫർമേഷൻ, വാർത്തകളാവും, എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ, എന്തൊരു ഇൻഫർമേഷൻ ആവും, അത് നമുക്ക് എണ്ണാൻ പറ്റില്ല. ഇൻഫർമേഷൻ ഇസ് മച്ചാണ് ഉപയോഗിക്കുന്നത്. മെനി ആണെങ്കിൽ ബുക്സ്. എക്സാമ്പിൾ ബുക്സ്, ആപ്പിൾ, പീപ്പിൾ. ഇനി നിങ്ങളുടെ ഒരു ടാസ്ക് എന്താണ്? നിങ്ങൾ മച്ച് മെനി എന്തൊക്കെയാണ് നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത് കമൻറ്റിൽ ഇടണം. ഓക്കെ, നൗ നെക്സ്റ്റ്, there isn't much milk left. വിരുന്നുകാരും അതോ ചായ അധികം ബാലൻസ് ഇല്ല, ബാക്കിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? isn't much milk left. There are many students in the classroom. കൃത്യമായി ചിട്ടപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. There are many students in the classroom. There are 10 students. There are 20 students. There are 100 students. അപ്പോൾ ഇതാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നതാണ് മെനി, മച്ച്. എക്സാമ്പിൾ മനസ്സിലായിരുന്നു. ഇനി കോമൺ മിസ്റ്റേക്സ് വരുന്നത് യൂസിങ് മച്ച് വിത്ത് കൗണ്ടബിൾ നൗൺ. കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ മച്ച് ഉപയോഗിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ഡൗട്ട് വരുന്നത്. അതുകൊണ്ട് കൃത്യമായി ഹൗ മച്ച് ആപ്പിൾസ് ഡു യു ഹാവ്? സോറി, അങ്ങനെയല്ല. ഹൗ മെനി ആപ്പിൾസ് ഡു യു ഹാവ്? ബിക്കോസ് ഇറ്റ് ഇസ് കൗണ്ടബിൾ. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. യൂസിങ് മെനി വിത്ത് അൺകൗണ്ടബിൾ നൗൺസ്. ഹൗ മെനി റൈസ് ഡു യു നീഡ്? ഹൗ മെനി റൈസ് ഇടാൻ പറ്റുമോ? ഇല്ല. കിലോ കണക്കിനല്ലേ നമ്മൾ പറയുന്നത്. അതിനൊരു യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഉണ്ട്. അപ്പോൾ ഹൗ മച്ച് റൈസ് ഡു യു നീഡ്? കൃത്യമായി മനസ്സിലായിരുന്നോ? ഇനി നെക്സ്റ്റ്. അപ്പം ഇതൊന്ന് നോക്കൂ. ഈ സ്ലൈഡ് ഒന്ന് പോസ് ചെയ്യാം. ആ നമ്മൾ പഠിച്ച് ഒരു ലോജിക് ഒന്ന് ഉപയോഗിച്ച് നോക്കിയേ. ഹൗ ഡാഷ് മിൽക്ക് ഇസ് ഇൻ ദ ഫ്രിഡ്ജ്? There are 2 dash people in the room. I don't have dash money. How dash books did you read? പഠിച്ചത് കൃത്യമാണോ എന്ന് നോക്കാം. നമുക്കൊരു 5 seconds എടുക്കാം. 1, 2, 3, 4 and 5. ഇനി അടുത്തത് നോക്കാം. അപ്പോൾ how much milk is in the fridge? Milk എന്താണ്? Uncountable ആണ്. There are too many people എന്നാ പറ്റും നമ്മൾ പഠിച്ചതാണ്. ഐ ഡോണ്ട് ഹാവ് മച്ച് മണി. മണിനെ ഒരു ഇത് എന്ന് വെച്ചാൽ മണി നമുക്ക് 2 മണി 3 മണി അല്ല, അതിന് ക്വാണ്ടിറ്റി ഓഫ് മെഷർമെൻ്റ് ഉണ്ട്. അതാണ് കറൻസി, റുപ്പീസ്, ഡോളേഴ്സ്, അങ്ങനെയാണല്ലോ കറൻസി. ഹൗ മെനി ബുക്സ്
ഡിഡ് യു റീഡ് ഹൗ മെനി ബുക്സ് നമുക്ക് ചിട്ടപ്പെടുത്താൻ പറ്റും. ഇതും കൂടി നോക്കാം. ഫിലിപ്പ് ഓൺസ് മെനി പ്രോപ്പർട്ടീസ് ഇൻ ഫ്രാൻസ്. ഫിലിപ്സിന് കുറേ പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ് മെനി? കൗണ്ടബിൾ. We did earn much profit this year. Much profit this year. Restrain our thought. How much money have you got? How much money? Okay. Sharon does not have many friends. Adhigam friends illa. Countable. Okay. There are too many students in this class. Kore adhigam students ഉണ്ട്. എണ്ണി ചിട്ടപ്പെടുത്താൻ പറ്റും. It doesn't need much milk. ഈ ഒരു ഇതിന് കൂട്ടിന് അധികം പാല് വേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? So much means uncountable. We had so much fun. Fun എണ്ണാൻ പറ്റുമോ? 2 fun, 3 fun. Yeah. So we had so much fun. I spent many days there. We spent many days. എണ്ണി ചിട്ടപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലത്തെ വീഡിയോസ് ഒരു കാര്യം ചെയ്യണം. കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ. ഇനി സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. കുറേ കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാനുണ്ട്. സോ സബ്സ്ക്രൈബ് ഫോർ മോർ. Till then, see you. Bye.